ഗായ്സ്, ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുക്കിങ്ങിലോട്ട് പോവുകയാണ്. നമ്മൾ കുറേ നാളായി നമ്മൾ മീൻ കറി വെക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെങ്കലവ കിട്ടി. ചെങ്കലവ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ചുമന്ന മീനെന്ന് പറയും, ചില സ്ഥലത്ത് വേറെ ഏതൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിനെ ചെങ്കലവ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെങ്കലവയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് പിന്നെ ഇനി അരപ്പരയ്ക്കുന്നതിന് തേങ്ങ അരച്ച് മഞ്ഞൾപ്പൊടി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ മിക്സിയിലല്ല അരയ്ക്കുന്നത്, അരപ്പെല്ലാം അരയ്ക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് അരച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ചെങ്കലവയ്ക്കായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെക്കും. പിന്നെ ചെങ്കലവ പുളിയും മുളകുമായിട്ട് വെക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ശകലം തേങ്ങ അരച്ച് വെക്കണമെങ്കിൽ കറിയും കാണും, അല്ല അതിനായിട്ടുള്ള നല്ല ടേസ്റ്റും കാണും കേട്ടോ. എനിക്ക് പേഴ്സണലി ചെങ്കലവയൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മീനുകളുടെ കൂട്ടത്തിൽ ചെങ്കലവ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഇന്നത്തെ റേറ്റിനനുസരിച്ച് നമുക്ക് പൊരിക്കാനൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് മീനിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊരിക്കാനൊന്നും മീൻ മേടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊരിക്കാനൊന്നും ഇല്ല, കറി വെക്കാനേ മേടിച്ചോളൂ. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. എരിവ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി. നമ്മുടെ വീട്ടിൽ കുരുമുളകൊന്നും ഇല്ല, അതാണ് നമ്മൾ 10 രൂപയുടെ പാക്കറ്റ് മേടിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ കുരുമുളക് ഒത്തിരി കൂടുതൽ അരയ്ക്കും കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതലും കുരുമുളകാണ് അതിൻ്റെ അകത്ത് ഇറക്കി നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉലുവാപ്പൊടി. ചിലവർ ഈ അരപ്പ് തിളയ്ക്കുമ്പോൾ ഉലുവാപ്പൊടി ഇട്ട് നമ്മൾ ഇടും, പക്ഷേ ഇതിന് നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് കൊടുക്കും. പിന്നെ ഒരു ചുവന്നുള്ളി, 2 ചുവന്നുള്ളിയും കൂടെ നമ്മളതിൻ്റെ അകത്ത് നമ്മൾ അരയ്ക്കുന്നുണ്ട്. നമ്മളിത് ഈ കറിവേപ്പില നമ്മൾ അരച്ച് ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് കറിയിലോട്ട് അരഞ്ഞ് ചേർന്ന് നമ്മളെ ശരീരത്ത് അത് പിടിക്കുകയും ചെയ്യും. എൻ്റെ പേഴ്സണലൊക്കെ ഞാൻ കറിവേപ്പിലയെ കണ്ട എടുത്ത് ഊർന്നെടുത്ത് മാറ്റി വയ്ക്കും. ഇതാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും. അരച്ച് ചേർക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ കറിവേപ്പില നമ്മൾ കഴിക്കും. എന്നിട്ട് ഇതിനി നല്ലതുപോലെ മഷിയായിട്ട് അരച്ച് എടുക്കണം. അതൊരു ടാസ്ക്കാണ്. അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. മിക്സിയിലാണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയാണ്. അപ്പം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ ഈ അരകല്ലിൽ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരു മിക്സിയിൽ അരയ്ക്കാനും നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ മീൻ കണ്ടിച്ച് അങ്ങനെ ഇട്ടപ്പോൾ അമ്മ അറിഞ്ഞു ചെറിയ വലിയ മീനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരപ്പെടുത്ത് നല്ലതുപോലെ നമ്മൾ ഈ അരപ്പ് കല്ല് കഴുകിയ വെള്ളവും കൂടെ നമ്മളെടുക്കും. അപ്പോൾ അതും കൂടെ നല്ലതുപോലെ ഈ അരപ്പും ആ വെള്ളവും കൂടി ഇട്ട് തിളക്കിയതിന് ശേഷം കുറച്ച് പുളി നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും കൂടെ പുളിവെള്ളവും കൂടെ നമ്മൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പുളി നമ്മൾ ആവശ്യം നമുക്ക് അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുക. ഒട്ടും മറന്നു പോകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഉപ്പ്. അതാണ് മെയിൻ. നമ്മൾ എത്രയൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ് വരണമെങ്കിൽ ഉപ്പിടണം. അപ്പം നമ്മൾ ഏകദേശം മീൻകറിയൊക്കെ ആയി തിളയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം മീൻകറി നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. പുക കാരണം എടുക്കാനും പറ്റിയില്ല കേട്ടോ. അങ്ങനെ മീൻകറി നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. തോനെ വറ്റിച്ചില്ല, നമുക്ക് ചാറ് വേണം. പിന്നെ മീൻകറി തണ്ട ഇത്തേ കണക്കായിട്ട് നല്ല അടിപൊളി ചോറും കൂട്ടി കഴിക്കും.